നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് മെയ് 6. അപ്രതീക്ഷിതമായ ഒരു രാജയോഗം 3 രാശിക്കാരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഇവർക്ക് ഭാഗ്യം വർദ്ധിക്കും. രാജയോഗവും ഗജകേസരി യോഗവും ഈ മെയ് മാസത്തിൽ രൂപം കൊള്ളും. ഈ 3 രാശിക്കാർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തും ഈ നക്ഷത്രജാതകർ. ഇവരുടെ മാനസിക സന്തോഷം വർദ്ധിക്കും. നല്ലതുകൾ ജീവിതത്തിൽ നടക്കും. തിങ്കളാഴ്ച ദിവസം ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം. ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വേണ്ടുവോളം ഉണ്ട്. അനുഗ്രഹം ധാരാളമുണ്ടാകും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന, എല്ലാ രീതിയിലും ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുഃഖങ്ങൾ ഒക്കെ അകന്ന് അതീവ സമ്പന്നതയിലെത്തുന്ന 3 രാശിക്കാർ. ആ രാശിക്കാരിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ പുണർദവും പൂയവും ഐല്യവുമാണ്. ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കുന്നു. ശിവഭഗവാന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്ക് വേണ്ടുവോളം ഉണ്ട്. ശിവഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്ന ഈ നക്ഷത്രജാതകർ ഓം നമഃ ശിവായ എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കുക. പുണർദത്തിനും പൂയത്തിനും ഐല്യത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധനനേട്ടത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ നിങ്ങൾ എത്രമാത്രം ധനം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണോ അതിൻ്റെ 100 ഇരട്ടി ധനം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ദുഃഖങ്ങൾ ഒക്കെ അവസാനിക്കും. പുണർദത്തിനും പൂയത്തിനും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ഇന്ന് മെയ് 6 തീയതിയാണ്. അപ്രതീക്ഷിതമായ ഒരു രാജയോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നു. നാളെ മെയ് 7 തീയതി അമാവാസി കൂടിയാണ്. പിതാവില്ലാത്തവർ തർപ്പണം ചെയ്യുക. നിങ്ങളുടെ പിതാവ് ഇല്ല എങ്കിൽ തർപ്പണം തീർച്ചയായും ചെയ്യണം. നിങ്ങളുടെ പിതാവിനും പിതാവിൻ്റെ പിതാവിനും പിതാവിൻ്റെ പിതാവിനും തർപ്പണം ചെയ്യുക. 3 തലമുറയ്ക്ക് തർപ്പണം ചെയ്യുക വഴി നിങ്ങളുടെ സകല ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലും പിഴവ് വരുവാൻ പാടില്ല. കുടുംബക്ഷേത്രത്തിൽ കർക്കിടകൻ രാശിക്കാരായ പുണർദവും പൂയവും ആയില്യവും ദർശനം നടത്തുക. ഇടയ്ക്ക് മാസത്തിൽ 1 തവണയെങ്കിലും അവിടെ വഴിപാടുകൾ നടത്തുക. അവിടെ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ച് കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക. ഒരുപക്ഷെ കുടുംബക്ഷേത്രം ഏതാണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ മറക്കേണ്ട. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറും. ഇനി ധനനേട്ടത്തിൻ്റെ സമയമാണ്. ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ നാളുകാർക്കുണ്ട്. കർക്കിടക രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ശിവക്ഷേത്ര ദർശനം നടത്തണം. ധാര, കൂവളമാല, മഹാമൃത്യുഞ്ജഹോമം ഇവ നടത്തുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഉയർച്ചയിൽ നിങ്ങൾ എത്തിച്ചേരും. ചന്ദ്രൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. കർക്കിടകൻ രാശിയിലെ പുണർദത്തിനും പൂയത്തിലും ആയില്യത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അടുത്ത നക്ഷത്രജാതകർ ചിങ്ങൻ രാശിക്കാർ തന്നെയാണ്. ചിങ്ങൻ രാശിയിലെ മകം, പൂരം, ഉത്രം ഇവർക്ക് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരുന്നു. ധാരാളം ധനം വന്നു ചേരുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തുന്നു. ശത്രുസ്ഥാനത്ത് പലരുമുണ്ട്. അതിനെ ഒന്നും വകവയ്ക്കണ്ട. അങ്ങനെ ഒരു ശത്രുശല്യം നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ ഒരു പട്ട്, നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന, ശത്രുസംഹാര പൂജ, ഇത് 3 കൂടി ഒന്ന് നടത്തുക. ശത്രുവിൻ്റെ വഴിക്ക് പൊക്കോളും. നമുക്കൊരു ശല്യവും ഉണ്ടാകില്ല. ഇത് തീർച്ചയായും ഇവർ ചെയ്യുക. ചിങ്ങൻ രാശിക്കാർ. ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്.
ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുന്ന സമയം, ധാരാളം ധനം വന്നു ചേരുന്ന സമയം, കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ചിങ്ങൻ രാശിക്കാർക്ക്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ചിങ്ങൻ രാശിക്കാർക്ക് കഴിയും. ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം വീട് വാങ്ങുവാനും വാഹനം വാങ്ങുവാനും നല്ല നിലയിലെത്തുവാനും രാഷ്ട്രീയ, സിനിമ, കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയം കൂടിയാണ്. ഇവർക്ക് ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട്. ഈ നക്ഷത്രജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ തീർച്ചയായും ഓം നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയും. നിങ്ങളുടെ സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും. അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും മഖവും പൂരവും ഉത്രവും. ധനധാന്യ സമൃദ്ധിയാണ്. സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. നാളത്തെ അമാവാസിയിൽ നിങ്ങൾ കൂടി പങ്കെടുക്കുക. പിതാവില്ലാത്തവർ 3 തലമുറയുടെ പേര് ചൊല്ലി അത് തായ് വഴിയും പിതാവ് വഴിയും 3 തലമുറയ്ക്ക് തർപ്പണം ചെയ്യുക. അത് വലിയ വലിയ സൗഭാഗ്യത്തിന് കാരണമാകും. ചിങ്ങൻ രാശിക്കാർക്കിത് മകത്തിനും പൂരത്തിനും ഉത്രത്തിനും സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രജാതകർ മകരൻ രാശിക്കാരാണ്. ദുരിത ദുഃഖങ്ങൾ ഒഴിയുന്നു. കാലങ്ങളായി അനുഭവിച്ച ദുഃഖത്തിനും ദുരിതത്തിനും ഒക്കെ ഒരു അറുതി വന്നു ചേരുന്നു. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കാൻ പോകുന്നു. ശിവക്ഷേത്ര ദർശനം നടത്തണം. മകരൻ രാശിക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തണം. ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധാരാളം ധനം വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും. വിദേശ രാജ്യത്ത് പോകുവാൻ സാധിക്കും. ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അകന്ന് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ സാധിക്കും. നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ മാറും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു തന്നെ കിട്ടും. ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ ഉയർച്ച വന്നു ചേരും. എല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും. ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമുണ്ട്. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. സമ്പൽ സമൃദ്ധിയുടെ കാലഘട്ടമാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കൂടി പങ്കാളിയായി മുന്നോട്ട് പോകുക. ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവ ലഭിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ആഗ്രഹങ്ങൾ ഒന്നും നിങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു ജീവിതത്തിൽ ആണെങ്കിൽ പോലും. എന്നാൽ മകരൻ രാശിക്കാർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ഇവർ ക്ഷേത്രദർശനം നടത്തണം. ക്ഷേത്രദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഈ നക്ഷത്രജാതകരെ കാത്തിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. ദേവന്മാരുടെ ദേവനായ മഹാദേവന്റെ അനുഗ്രഹം ഈ നക്ഷത്രജാതകർക്കുണ്ട്. നിങ്ങൾ നന്നായി സന്തോഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ധന നേട്ടത്തിൻ്റെ സമയമാണ്. വാഹനങ്ങൾ, പുതിയ ജോലി, അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്ന് അത് നടക്കാതെ പോയവർക്ക് ഇപ്പോൾ നടക്കും. പുതിയ പരീക്ഷ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് നല്ല ഒരു റിസൾട്ട് ലഭ്യമാകും. അതായത് നിങ്ങൾ എന്തുകൊണ്ടും ഭാഗ്യവാൻ തന്നെയാണ്. മകരൻ രാശിക്കാർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. അപ്രതീക്ഷിതമായ ഒരു രാജയോഗം ഈ 3 രാശിക്കാർക്കും വന്നു ചേർന്നിരിക്കുന്നു. അത് രാജയോഗത്തിൻ്റെ രൂപത്തിലും ഗജകേസരി യോഗത്തിൻ്റെയും രൂപത്തിലാണ്. മെയ് മാസത്തിൽ രൂപം കൊള്ളുന്ന ഈ ഗുണാനുഭവം ഇവർക്ക് 1 വർഷക്കാലം നീണ്ടു നിൽക്കും. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം.
തിങ്കളാഴ്ച തോറും ഇവർ ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഒരുപാട് സൗഭാഗ്യങ്ങളാണ്, ഒരുപാട് നേട്ടമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.